എക്സാമിന്റെ ആൻസർ പേപ്പർ തരാൻ പോവുകയാണ്. അതിനു മുമ്പ് ടിൻഡുമോനോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഇത് തൂക്കിക്കൊല്ലാൻ പോകുന്നതിന് മുമ്പ് അവസാനമായി വല്ല ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുന്നത് പോലെയാണല്ലോ. ഡക്ക്, അതായത് താറാവിനെ കുറിച്ച് ഇംഗ്ലീഷിൽ ഒരു എസ്സേ എഴുതാൻ പറഞ്ഞതിന് നീ എന്തായി എഴുതി വെച്ചിരിക്കുന്നത്? നീ തന്നെ അത് വായിക്ക്. അത് പിന്നെ സാർ. വായിക്ക്, എല്ലാവരും ഒന്ന് കേൾക്കട്ടെ. I like duck. Duck lives in water. I also drink water. My neighbor uncle drinks alcohol. Alcohol is very bad. It was told by Gandhiji. Gandhiji was a good person. He had one stick. Stick swim in water. Duck also swim in water. Duck take bath in water. Me too take bath in water. I take bath only 5 minutes. But duck take bath full day. I like duck so much. ഇതിലിപ്പോ എന്താ ഒരു തെറ്റ്? ഡക്കിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞതിന് ഗാന്ധിജിയെ കുറിച്ചും അദ്ദേഹത്തിന്റെ വടിയെ കുറിച്ചും ഒക്കെയാണോടാ എഴുതുക? പുതിയ ഹെഡ് മാസ്റ്റർ ചാർജ് എടുത്തിട്ടുണ്ട്. സ്കൂളിലെ മുഴുവൻ കുട്ടികളെയും പേഴ്സണലായിട്ട് വിളിച്ച് പരിചയപ്പെടുക. അടുത്ത ഉഴൻ ടിൻഡുമോന്റെയാ. പേഴ്സണലായി പരിചയപ്പെടാൻ ഇയാളാരാ? ലാലു അലക്സോ? യെസ് കമ്മിങ്. അല്ല സോറി, മേ കമ്മിങ്? വരൂ, ഇരിക്കൂ. ഞാനാണ് നിങ്ങളുടെ പുതിയ ഹെഡ് മാസ്റ്റർ. പേര് രാമൻ കർത്ത. അതിന് സാറ് നല്ല വെളുത്തിട്ടാണല്ലോ. മോൻ നല്ല തമാശക്കാരനാണല്ലോ. എന്റെ പേരാ രാമൻ കർത്ത എന്നത്. മോന്റെ പേരെന്താ? ഞാൻ ടിൻഡു. സ്നേഹമുള്ളവരെന്നെ ടിൻഡുമോൻ എന്ന് വിളിക്കും. ഓ, അപ്പൊ നീയാണല്ലേ ആ വിദ്വാൻ. ഇവിടെയാണ് ഞാൻ ജോയിൻ ചെയ്യാൻ പോണതെന്ന് അറിഞ്ഞപ്പോ തന്നെ എന്റെ പല പരിചയക്കാരും പറഞ്ഞതാ, അവിടെ ടിൻഡുമോൻ എന്ന് പറഞ്ഞൊരു ആറ്റം ബോംബുണ്ട്, അവനെ സൂക്ഷിക്കണമെന്ന്. അതെ സാർ, പക്ഷേ എനിക്കതിന്റെ അഹങ്കാരമൊന്നും ഇല്ലാട്ടോ. എന്താ ലീവായതിന്റെ കാരണം ബോധിപ്പിക്കോ? ഈശ്വര, ലൂസ് മോഷൻ ആയിരുന്നു എന്നത് ഈ ചൂടൻ ഹെഡ് മാസ്റ്ററിനോട് എങ്ങനെയാ പറയാ? പറയൂ. ഇന്നലെ രാവിലെ മുതൽ അൺലിമിറ്റഡ് ഫ്രീ ഔട്ട് ഗോയിങ് ആയിരുന്നു. പിന്നെ പുതിയ പുതിയ റിംഗ് ടോണും കേൾക്കുന്നുണ്ടായിരുന്നു. എന്റെ വയറ്റിലിനി ബാലൻസ് ഇല്ല സാർ. ഇനി അഥവാ റീചാർജ് ചെയ്താൽ തന്നെ ഒരൊറ്റ മിനിറ്റ് കൊണ്ട് ബാലൻസ് കംപ്ലീറ്റ് തീർന്നു പോവും. നീ ഇതെന്തൊക്കെയായി പറയുന്നത്? നിനക്ക് ഇന്നലെ എന്താ പറ്റിയത്? അതെ സാർ, ഞാൻ പറഞ്ഞത് സത്യമാ. എ മോഷൻ ദാറ്റ് ക്യാൻ നെവർ ബി ഡൺ ഇൻ സ്ലോ മോഷൻ, അതായത് ലൂസ് മോഷൻ. പരിപാടി ടൗണിൽ പോണം, ഒരു പർച്ചേസ് ഉണ്ട്. പർച്ചേസ് ചെയ്യാനൊക്കെ ആയോടാ നീ? വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാ അച്ഛാ. കുറെ കാലമായി ദീപുവും ചിഞ്ചുവും ഇത് വാങ്ങാൻ നിർബന്ധിക്കുന്നു. അവർക്കൊരേ നിർബന്ധം. അതെന്താ? ഇപ്പൊ പറയില്ല, സസ്പെൻസ് ആയിരിക്കട്ടെ. എന്താടാ? ഒന്നുമില്ല, പുതിയ കടയാ അല്ലേ? പുതിയതാ. എന്തേ ഇങ്ങനെയാണോ ചേട്ടാ പുതിയ കസ്റ്റമേഴ്സിനോടൊക്കെ പെരുമാറുന്നേ? നീ അധികം കിടന്ന് കളിച്ചാ ഞാൻ നല്ലവണ്ണം പെരുമാറും. എന്റെ ചേട്ടാ ഇങ്ങനെ ചൂടാവല്ലേ, ചേട്ടൻ പുതിയ ആളാണല്ലേ. അത്ര പുതിയതല്ല, വന്നിട്ട് 10-45 കൊല്ലമായി. ഓ, തമാശ. ഹൗ, ചേട്ടന് സെൻസ് ഓഫ് ഹ്യൂമർ ഉണ്ടല്ലേ? ഇല്ല, കുറച്ച് ഷുഗർ ഉണ്ട്. പിന്നെയും തമാശ. ഞാനൊന്ന് ചോദിക്കട്ടെ, നീ സാധനം വാങ്ങാൻ വന്നത് തന്നെയാണോ? പിന്നല്ലാതെ ചേട്ടാ, എനിക്ക് പുതിയൊരു ടൂത്ത് ബ്രഷ് വേണം, പല്ല് തേക്കാൻ. ഏത് കമ്പനിയുടെ വേണം? കമ്പനി ഏതായാലും ബ്രഷ് നന്നായാ മതി. നീ ആള് കൊള്ളാലോ. പിന്നെ ഞാൻ സൂപ്പർ അല്ലേ ചേട്ടാ? ബ്രഷ് പെട്ടെന്ന് താ. എന്താ എത്ര തിരക്ക്? ചേട്ടൻ അറിയോ, എന്റെ പഴയ ബ്രഷിന്റെ 2 നാര് വീണുപോയി. അതല്ലേ പുതിയത് വാങ്ങാൻ തീരുമാനിച്ചത്. എന്ത് 2 നാര് വീണു പോയതിന് ആരെങ്കിലും പുതിയ ബ്രഷ് മേടിക്കുവാടാ? ധാരാളി. എന്റെ ചേട്ടാ, എന്റെ ബ്രഷിലേ 2 ആഴ്ചയായി ആകെ 2 നാരേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നലെ അവസാന നാരും പോയി ചേട്ടാ. എടാ ചിൻഡു, നീ ഇനി ആരെക്കൊണ്ട് ഒന്നും പറയിപ്പിക്കരുത്, കേട്ടല്ലോ? ഇല്ലമ്മേ, ഞാൻ പറയിപ്പിക്കില്ല. മോൻ നല്ല മോനായിട്ട് വളരണം. നമ്മുടെ അച്ഛനെ കണ്ടില്ലേ? അച്ഛനെ പോലെ ആവണം മോനും. ശരിയാ, എന്റെ അച്ഛന് നല്ല സ്വഭാവമാ. അച്ഛന്റെ കൂടെ പുറത്തോട്ട് പോകുമ്പോഴാ എനിക്കത് ബോധ്യമായിട്ടുള്ളത്. ഓ, അച്ഛൻ നിനക്ക് ഐസ്ക്രീം വാങ്ങി തരുന്നതുകൊണ്ടായിരിക്കും. മോനെ ടിൻഡു, എപ്പോഴും നമ്മൾ നല്ല കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. നന്മ ചെയ്താൽ സ്വർഗത്തിൽ പോവാം, തിന്മ ചെയ്താൽ നരകത്തിൽ പോവാം. അപ്പൊ പാർക്കിൽ പോകാൻ എന്ത് ചെയ്യണം അമ്മേ? ഞാൻ അനുസരിക്കാറുണ്ട്. കള്ളം പറഞ്ഞാലുണ്ടല്ലോ. എന്നിട്ടാണോടാ മഴ നനയരുതെന്ന് പറഞ്ഞിട്ട് നീ ഇന്നലെ പെയ്ത മഴ മുഴുവൻ കൊണ്ടത്? അത് ടീച്ചർ പറഞ്ഞല്ലോ.
മഴവെള്ളം പാഴാക്കരുതെന്ന്. അതുകൊണ്ടാ ഞാൻ മഴയിൽ കുളിച്ചത്, അല്ലാതെ മഴയിൽ കളിച്ചതല്ല. ഓ, ഈ അമ്മയുടെ ഒരു കാര്യം. മോനെ ടിൻഡു, നീ നന്നാവാൻ വേണ്ടിയല്ലേ അമ്മ ഇത്രയൊക്കെ പറഞ്ഞത്? നീ നല്ല ബുദ്ധിയുള്ള കുട്ടിയായിട്ട് വളരണം. എനിക്ക് ബുദ്ധി ഉണ്ടല്ലോ. എങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? നിനക്ക് ബുദ്ധി ഉണ്ടോന്നൊന്ന് പരീക്ഷിക്കണല്ലോ. അമ്മ എന്ത് ചോദ്യം വേണേലും ചോദിച്ചോ. പല്ലില്ലാത്ത നായ നിന്നെ കടിച്ചു എന്നിരിക്കട്ടെ, നീ എന്ത് ചെയ്യും? സൂചിയില്ലാത്ത ഇഞ്ചക്ഷൻ വെക്കും. എടാ, നീ ഞാൻ കരുതിയ പോലെ ഒന്നും അല്ല, അത്യാവശ്യം ബുദ്ധിയൊക്കെ ഉണ്ട്. വല്ലത് തരണേ, ആരോരും ഇല്ലാത്ത പാവാണ്. ടിൻഡു, ദേ ഒരു പിച്ചക്കാരൻ, നീ വല്ല ചില്ലറ എടുത്തു കൊടുത്തേ. പിച്ചക്കാരൻ ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? എന്തു സുഖം മോനെ, അങ്ങനെ ജീവിച്ചു പോകുന്നു. മോനെ, അപ്പുറത്തെ വീട്ടുകാരെനിക്ക് വയറ് നിറയെ കോഴി ബിരിയാണി തന്നു. അതിന്റെ അപ്പുറത്തെ വീട്ടുകാര് ചായയും പലഹാരവും തന്നു. ഈ വീട്ടിൽ നിന്ന് മോനും എന്തെങ്കിലും തരണം. അതിനെന്താ, തരാലോ. എന്റെ മോനായതുകൊണ്ട് പറയല്ലോ, നല്ല മനസ്സാ. അപ്പൊ വരും. ഇതെന്താ, ഗുളികയോ? അതെ, ഇത് കഴിച്ചോളൂ, ദഹനത്തിനുള്ളതാ. TNT rock.